പ്രിയമുള്ള +1 വിദ്യാർത്ഥികളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് പാഠം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയം ഒ ഫ്ലാഹർട്ടി. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ദ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. എങ്ങനെ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. തുടക്കത്തിലേ പറഞ്ഞു, എബ്രഹാം ലിങ്കന്റെ ഒരു പ്രസംഗമുണ്ട്, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ ഗ്രാസ്പിംഗ് പവർ അതിലൂടെ നിങ്ങൾ തന്നെ അളക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ദ യങ് സീഗൾ പറക്കാൻ പേടിച്ചു മടിച്ചിരിക്കുന്നു. തന്റെ 2 സഹോദരന്മാരും ഒരു സഹോദരിയും മാതാപിതാക്കളും 2 ദിവസം മുമ്പേ പറന്നുപോയി. അവർ ഇരപിടിക്കുന്നതും അവർക്ക് പരിശീലനം കൊടുക്കുന്നതും എല്ലാം ഇയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇയാൾക്ക് പറക്കാൻ പേടി. ആരുമില്ല അവിടെ, ഭക്ഷണവും ഇല്ല. കുറച്ച് സമയം കൊണ്ട് 2 ദിവസം മുമ്പേ അവർ പോയി. തീറ്റിക്ക് അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു. ആകെ കൂടി കണ്ടത് ഇവർ വിരിഞ്ഞു വന്ന ആ മുട്ടയുടെ തോട്. അതുവരെ കണ്ട് വെള്ളം ഇറക്കുന്ന സ്റ്റേജായി. മാതാപിതാക്കളുടെ അടുത്ത് എത്തണം, പക്ഷെ പറക്കാൻ പറ്റത്തില്ല. നമുക്ക് A+ വേണം. ഇംഗ്ലീഷ് പുസ്തകം വായിക്കത്തില്ല. നമ്മൾ എളുപ്പ വഴി ഗൈഡും നോക്കി പഠിക്കാമെന്ന് വിചാരിക്കും. പുസ്തകം 3 വട്ടം വായിച്ചാൽ, പിന്നീട് നിങ്ങൾ നോട്ടുമൊക്കെ പഠിച്ചാൽ ഒരു ഗൈഡിന്റെയും ആവശ്യമില്ല. പറക്കേണ്ടത് പറന്നു തന്നെ എടുക്കണം, വായിക്കേണ്ടത് വായിച്ചു തന്നെ എടുക്കണം, നേടേണ്ടത് പോരാടി തന്നെ നേരിടണം. ഇത് നമുക്ക് 11ാമത്തെ പേജിൽ 3ാമത്തെ പാരഗ്രാഫ് മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still, they took no notice of him. He saw his 2 brothers and his sister lying on the plateau, dozing with their heads sunk into their necks. His father was preening the feather on his white back. Only his mother was looking at him. ഈ യങ് സീകള് ഈ ലെഡ്ജിന്റെ ആ ഇരിപ്പിടത്തിന്റെ ബ്രിങ്ക് അറ്റം വരെ എത്തി. അവിടെ നിന്ന് ഒറ്റക്കാലിൽ നിന്ന് മറ്റൊരു കാല് മറച്ചു പിടിച്ചു, കണ്ണടച്ചു, ഉറക്കം തൂങ്ങുന്നത് പോലെ കാണിച്ചു. മറ്റവരാരും കണ്ടെന്ന് പോലും കാണിച്ചില്ല. പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് അസ്ലീപ്പ്, അതായത് ഇയാൾ ഉറങ്ങുന്നത് പോലെ നടിച്ചു. സ്റ്റിൽ, എന്നിട്ടും they took no notice of him, ഒരാരും ഇവനെ ശ്രദ്ധിച്ചതുപോലുമില്ല. He saw his 2 brothers and his sister lying on the plateau, dozing with their heads sunk into their necks. 2 സഹോദരന്മാര് സഹോദരിയും വെള്ളത്തിൽ തന്നെ, ആ പ്ലാറ്റ്യൂ, ആ സമതലം ആയിട്ട് നിരപ്പായിട്ടുള്ള പ്രദേശം, അത് നിരപ്പായിട്ടുള്ളത് കടലിന്റെ ജലത്തിന്റെ മീതെയുള്ള ഭാഗം. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ സമതലം എന്നാണ്. ഇവിടെ നിരപ്പായിട്ട് കാണുന്നത് ആ കടൽ ഭാഗം. ബാക്കി ആ ഒരു പാറയൊക്കെ കാണുന്നത് അത്രയ്ക്ക് നിരപ്പൊന്നും ഉള്ളതല്ല. ഇവിടെ ആ പ്ലാറ്റ്യൂ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സമുദ്രത്തിന്റെ നിരപ്പായ പ്രദേശം. അവരവിടെ ചിറകിനടിക്ക് തലയും കൊടുത്ത് അവര് ഉറങ്ങുന്ന പോലെ അവരും ഇരിക്കുകയായിരുന്നു. His father was preening the feathers on his white back. അച്ഛനാണെങ്കിൽ
കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കാക്കയൊക്കെ ചിറകൊതുക്കുന്നത്, തൂവലൊതുക്കുന്നത്. അച്ഛൻ അങ്ങനെ ചിറക് ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Only his mother was looking at him. അമ്മ മാത്രമേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നതും ഇത് അമ്മയ്ക്ക് ഇതിന് നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. She was standing on a little high hump on the plateau, her white breast thrust forward. ഈ പീഠഭൂമി, ഈ പാറക്കെട്ട് തന്നെ ആകാം പീഠഭൂമി. അമ്മ അവിടെ ഇരിക്കുന്നു. Now and again she tore a piece of fish that lay at her feet and then scraped each side of the beak on the rock. അപ്പോൾ ആ പാറപ്പുറത്താണ് ഇരിക്കുന്നത്. പീഠഭൂമി ഉദ്ദേശിച്ചിരിക്കുന്നതും അപ്പോൾ ആ പാറയുടെ നിരപ്പായ ഭാഗത്ത്. അമ്മ അവിടെ ഇരുന്ന് ഒരു മീനെടുത്ത് വലിച്ചു കീറി ചുണ്ട് ആ പാറയിലിട്ട് ഉരയ്ക്കുകയായിരുന്നു. The sight of the food maddened him. ഭക്ഷണം കണ്ടപ്പോഴത്തേക്ക് ഇവനങ്ങ് ഭ്രാന്തായി. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. ഇവനും പാറപ്പുറത്തിട്ട് തന്റെ ചുണ്ടൊക്കെ ഒന്ന് ഉരച്ച് ചെറുതായിട്ടൊന്ന് വിളിച്ചു. അമ്മ തിരിച്ച് ഒരു സോഫ്റ്റായിട്ട് മോനെ വിളിച്ചു. He cried, begging her to bring him over some food. അമ്മേ കൊണ്ടുവാ ഇച്ചിരി ഭക്ഷണം കൊണ്ടുവാ എന്ന് അവൻ വിളിച്ച് ഇനി കൊണ്ടുതരാം. അപ്പൊ അമ്മ He screamed back mockingly. അമ്മ പരിഹസിച്ചിട്ട് കരുവാടാ. But he kept calling plaintively, വിഷാദത്തോടെ ദുഃഖത്തോടെ അവൻ അമ്മയെ നോക്കി വിലാപത്തോടെ യാചിച്ചുകൊണ്ടേയിരുന്നു. And after a minute or so, he uttered a joyful scream. 1-2 മിനിറ്റിനകത്ത് അവൻ വീണ്ടും സന്തോഷം കൊണ്ട് അലറി. His mother had picked up a piece of fish and was flying across to him with it. അമ്മ ആ കീറി മുറിച്ച ആ മീനിന്റെ പീസ് എടുത്തിട്ട് ചുണ്ടിൽ പിടിച്ചുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് പറഞ്ഞു തന്നിട്ട് തിരിച്ചു പറഞ്ഞ് ഈ പ്ലാറ്റ്യൂ ഈ പാറപ്പുറത്തേക്ക് തന്നെ വന്നു. കൊടുത്തില്ല. അവനെ പറ്റിച്ചു. ഇത് നീട്ടി, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ വാ. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വന്നപ്പോൾ ഇവൻ കാലിട്ടടിച്ച് അതിൻ്റെ അടുത്തേക്ക് എത്താൻ നോക്കി. The next moment, with a loud scream, he fell outward and downward into space. His mother had swooped upwards. He passed beneath her. He heard the swish of her wings. അതിനു മുമ്പുണ്ട്.
He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. തൻ്റെ ചുണ്ടിൽ ഈ മീനിൻ്റെ കഷണം വച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ചുണ്ടിൻ്റെ അടുത്ത് വരെ ചെന്ന് തിരിച്ചിഞ്ഞ് പറഞ്ഞു. അങ്ങനെ അവനെ ചലിപ്പിക്കുവാൻ അമ്മ ശ്രമിക്കുന്നു. He waited a moment in surprise, wondering why she did not come nearer. And then, maddened by hunger, he dived at the fish. അവനങ്ങ് വിശപ്പുകൊണ്ട് സഹിക്കാനും പറ്റുന്നില്ല. അവൻ എല്ലാം മറന്നുപോയി. അവൻ അവിടെ നിന്ന് എടുത്ത് ചാടി. With a loud scream, he fell outwards and downwards into the space. അവൻ അലറിക്കൊണ്ട് അന്തരീക്ഷ വായുവിലേക്ക് വീണു. എവിടം വിട്ടു? ലഡ്ജിലെ പിടിവിട്ടവൻ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് വീണു. അല്ല, മീൻ പിടിക്കാൻ ഇറങ്ങിയതാ. His mother had swooped upwards. അമ്മ വന്ന് വാരിയെടുത്തു അവന്. As he passed beneath her, he heard the swish of her wings. അമ്മയുടെ ചിറകിട്ടടിക്കുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു. ചിറകിട്ടടിച്ച് കുഞ്ഞിനെ സംരക്ഷിച്ചു അമ്മ. Then a monstrous terror seized him and his heart stood still. പെട്ടെന്ന് അവനൊരു ഭീതി, ഞാൻ വീണുപോകുവേ എന്നൊരു പേടി അവനുണ്ടായി. He could hear nothing. അവനൊന്നും കേൾക്കാൻ പറ്റത്തില്ല, ശരിയാണ് നടച്ചു. But only lasted a moment. The next moment he felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. He could feel the tips of his wings cutting through the air. അവന് ചിറകിട്ടടിക്കാൻ തുടങ്ങി. അവൻ അറിയാതെ തന്നെ ചിറകിട്ടടിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ആ വായുവിൽ ചെറുതായി പറക്കുന്നു. അമ്മ തൊട്ട് താഴെ ഉണ്ട്, അവൻ വീഴത്തില്ല. He was not falling headlong now. He was soaring gradually downwards and outwards. അവൻ സോർ ചെയ്യാൻ തുടങ്ങി, വെള്ളത്തിലേക്ക് മുങ്ങാൻ തുടങ്ങി, വെള്ളത്തിലേക്ക് താരാൻ തുടങ്ങി. അപ്പോഴത്തെ അമ്മയെ മാറി, അമ്മ വെള്ളത്തിൽ കൊണ്ടിട്ട് കൊടുത്തേച്ച്. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് ചില കഴിവുകളുണ്ട്, പ്രകൃതിദത്തമായിട്ട്. അതിൻ്റെ പാദം വെള്ളത്തിൽ തുഴയാൻ പറ്റിയ രീതിയിൽ, അതിൻ്റെ ചിറകും അതിൻ്റെ വയറും വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ സംരക്ഷിക്കുന്ന രീതി. പ്രകൃതിയാലുള്ള വരദാനങ്ങൾ അവിടെ പ്രകടമാകാൻ തുടങ്ങി. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. ഇപ്പോൾ അവന് പേടിയില്ല. He just left a bit dizzy. ഒരു ചെറിയ ഡിസി, തലക്കറക്കം പോലെ അവന് തോന്നി. Then he flapped his wings once and he soared upwards. വെള്ളത്തിലേക്ക് താന്നിറങ്ങുകയും അത് ഉയരുകയും ചെയ്യുന്ന അതിൻ്റെ നാച്ചുറലായിട്ടുള്ള പ്രതിബദ്ധത അവിടെ പ്രകടമായി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും കൂടി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നോട്ടൊക്കെ നേരത്തെ തന്നിട്ടുണ്ട്, ആവർത്തിച്ചെടുക്കുന്നതായതുകൊണ്ട് പാഠത്തിൻ്റെ ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പൂർണ്ണതയിലേക്ക് വരികയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.